നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാള സിനിമാ രംഗത്തെ പിടിച്ചുകുലുക്കുന്ന വിവരങ്ങളുമായി 5 വർഷങ്ങൾക്കൊടുവിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നത്. ജസ്റ്റിസ് ഹേമ അധ്യക്ഷനായ റിപ്പോർട്ടിൽ സിനിമയ്ക്കുള്ളിലെ അരക്ഷിതാവസ്ഥകളും അനീതികളും വിവേചനങ്ങളുമാണ് വെളിപ്പെടുത്തുന്നത്. സിനിമയെ വെല്ലുന്ന കഥകളും യാഥാർത്ഥ്യങ്ങളുമാണ് 233 പേജുള്ള റിപ്പോർട്ടിലൂടെ പുറം ലോകം അറിഞ്ഞത്. മലയാള സിനിമയിൽ നിരോധനം നടക്കുന്നു എന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ബാൻ ഇൻ സിനിമ എന്ന തലക്കെട്ടിൽ സിനിമയിലെ ശക്തമായ ലോബികളെക്കുറിച്ചും സിനിമയിലെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ചും ഹേമ കമ്മിറ്റി വിലയിരുത്തുന്നു. ഇതിലൂടെ നിലവിലെ മലയാള സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് വ്യക്തമാക്കുകയായിരുന്നു ഹേമ കമ്മിറ്റി. ഇപ്പോഴിതാ നടൻ തിലകനുണ്ടായ ദുരനുഭവം വെളിപ്പെടുത്തി രംഗത്തെത്തുകയാണ്. മലയാള സിനിമയിലെ താരസംഘടനയായ അമ്മ വിലക്കിയപ്പോൾ നാടകത്തിൽ അഭിനയിക്കാൻ തയ്യാറായ തിലകന് വേണ്ടി നാടക സമിതി ഉണ്ടാക്കിയ സുഹൃത്തും നാടക കലാകാരനുമായ അമ്പലപ്പുഴ രാധാകൃഷ്ണൻ. തിലകനെ ദ്രോഹിക്കാൻ മുന്നിൽ നിന്നത് ദിലീപാണെന്നും മമ്മൂട്ടി, മോഹൻലാലും ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങളും തിലകനെതിരായിരുന്നുവെന്നും രാധാകൃഷ്ണൻ വെളിപ്പെടുത്തുന്നു. തിലകനെതിരെ സിനിമയിലെ മാഫിയ സംഘം നിലനിന്നിരുന്നു. ആ വാക്ക് തിലകൻ ചേട്ടനെ കൊണ്ട് പിൻവലിപ്പിക്കുന്നതായിരുന്നു അവരുടെ പ്രധാന ആവശ്യം. തിലകൻ ചേട്ടൻ നാടകത്തിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് ഏറ്റവും ലാഭമുണ്ടായത്. 100 നാടകങ്ങൾ എനിക്ക് വേണ്ടി അദ്ദേഹം ചെയ്തു. 15.60 ലക്ഷം രൂപയുടെ ചെക്കാണ് അദ്ദേഹത്തിന് കൊടുത്തത്. തിലകൻ എന്ന പേരിനായിരുന്നു കാശ്. ആളുകൾ ഇളകി മറിയുമായിരുന്നു. വലിയ മാനസിക പീഡനമാണ് ആ മഹാനടൻ അനുഭവിച്ചത്. അവസാന കാലത്ത് അദ്ദേഹം പറഞ്ഞു, വലിയ താമസമില്ലാതെ പ്രധാനപ്പെട്ട ഒരു കണ്ണി അഴിയെണ്ണുമെന്ന്. കേരള സമൂഹം കണ്ടില്ലേ ദിലീപ് അഴിയെണ്ണിയത്? തിലകൻ ചേട്ടനെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കാൻ മുൻപന്തിയിൽ നിന്ന ആളാണ് ദിലീപ്. മമ്മൂട്ടി തിലകൻ ചേട്ടനോടൊപ്പം അഭിനയിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാൻ അദ്ദേഹത്തോടൊപ്പം അഭിനയിച്ചു. കാരണം അവന് അഭിനയം പഠിക്കണമെങ്കിൽ തിലകൻ ചേട്ടൻ വേണമായിരുന്നു. ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ടാണ് തന്നെ ക്രൂശിക്കുന്നതെന്ന് തിലകൻ പറയുമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഓരോന്നും ശരിയാണെന്നാണ് ഹേമ കമ്മിറ്റി അടിവരയിടുന്നതും. അന്തസ്സുള്ളവരാണെങ്കിൽ അമ്മയും ഫെഫ്കയൊക്കെ പിരിച്ചുവിട്ട് കേരള സമൂഹത്തോട് മാപ്പ് പറയണം. ആ മഹാനടനോട് കാണിച്ച ക്രൂരതയ്ക്ക് എന്തുമാത്രം കഥാപാത്രങ്ങളാണ് നഷ്ടപ്പെടുത്തിയത്. തിലകൻ എപ്പോഴും പറയുന്ന ഒരു പേര് അമ്മ മുൻ ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവിൻ്റെതാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ആ താരത്തിന് പണിയൊന്നുമില്ലാത്തത് കൊണ്ട് ഇടവേളയ്ക്ക് കയറുന്ന ബാബു എന്ന് തിലകൻ പരിഹസിക്കുമായിരുന്നു. കൂളിംഗ് ഗ്ലാസ് മാറുന്ന ഒരു നടൻ തിലകനെ വേട്ടയാടി. പേര് പറയില്ല, കൂളിംഗ് ഗ്ലാസ് മാറുന്ന നടൻ എന്നായിരുന്നു തിലകൻ പറയുക. കൂളിംഗ് ഗ്ലാസ് സിനിമയിൽ ഉപയോഗിക്കുന്ന നടൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്നും അദ്ദേഹം ചോദിച്ചു. മലയാള സിനിമയിലും താരസംഘടനയിലും ഫെഫ്കയിലും ഒരു മാഫിയ ഉണ്ടെന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞതാണെന്നും അദ്ദേഹം ആദ്യം മുതലേ വിരൽ ചൂണ്ടുന്ന വ്യക്തി അഴിയെണ്ണുമെന്നും തിലകൻ നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ അയാൾ അഴിയെണ്ണിയെങ്കിലും അത് കാണാൻ ആ വലിയ മനുഷ്യന് സാധിച്ചിരുന്നില്ല എന്നും രാധാകൃഷ്ണൻ പറയുകയായിരുന്നു. You're watching me on metromatney.com. On metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.